കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരത്തിന് മുന്നിൽ നിന്ന് എഴുന്നേറ്റ് വെപ്രാളപ്പെട്ട് പോകണമെങ്കിൽ മരിച്ചു എന്ന് പറഞ്ഞ ആൾക്കാര് നമ്മുടെ ഉറ്റവരോ ഉടയവരോ ആയിരിക്കണം. അങ്ങനെ ഞങ്ങൾക്കാർക്കും ഒരു തരത്തിലും ബന്ധമില്ലാത്ത അവരെങ്ങനെയാ ശ്രീലക്ഷ്മിക്ക് ഇത്രയും പ്രിയപ്പെട്ടവരാവുന്നത്? നീ ഇങ്ങനെ ഉത്തരം മുട്ടി നിൽക്കൊന്നും വേണ്ട ശ്രീലക്ഷ്മി. ഉത്തരം ഞാൻ തന്നെ പറയാം. ഈ പറഞ്ഞവള് ശ്രീലക്ഷ്മിക്ക് ആരുമല്ലായിരിക്കും, പക്ഷേ കൺമണിക്ക് ആരൊക്കെയോ ആണ്. ചേച്ചിയോ അനിയനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. മതി, നിർത്ത്. എന്തൊക്കെയാ ഈ പറയുന്നേ? നിർത്തുന്നില്ല. ഏട്ടത്തി അണ്ണാക്കിൽ പിരിവെട്ടി നിൽക്കുന്നത് കണ്ടില്ലേ? അപ്പൊ രഘു പറയ്, ആ പെണ്ണും ചെറുക്കനും നമ്മുടെ ബന്ധുക്കളാണോ? എങ്കിൽ സ്വന്തം ഭാര്യയായ എന്നോട് എന്തിനാ ഈ കാര്യം മറച്ചു വെച്ചത്? അത് ആരായാലും പെട്ടെന്ന് റിയാക്ട് ചെയ്ത് പോയില്ല രേഖ. ഇവിടെ എല്ലാവർക്കും അവരെ പരിചയമുള്ളത് എങ്ങനെയാ? ഇനി അത് ഞാൻ വിശദീകരിക്കണമെന്നുണ്ടോ? അപ്പോ അവർക്ക് പെട്ടെന്നൊരു ആക്സിഡന്റ് ഉണ്ടായെന്ന് പറഞ്ഞപ്പോ ഏടത്തി റിയാക്ട് ചെയ്തു, അത്രേ ഉള്ളൂ. അല്ല, എന്തിനാ ഇപ്പോ ഇങ്ങനൊരു ഡിസ്കഷന്റെ ആവശ്യം? ഓഹോ, ഇപ്പൊ അതായ കുറ്റം. കേട്ട പാതി കേൾക്കാത്ത പാതി ശ്രീലക്ഷ്മി ഇറങ്ങി ഓടിയത് എല്ലാവരും കണ്ടതല്ലേ? മാത്രല്ല, എന്റെ മോള് രഘുവിനോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാതെ രഘു എന്തിനാ വേറെ വിഷയം സംസാരിക്കുന്നത്? അതെ, എനിക്കറിയണം അവരും നമ്മുടെ ഈ കുടുംബവുമായി എന്ത് ബന്ധമാണുള്ളതെന്ന്. പറയൂ, പറയൂ രഘു, പറയാൻ. ഇത് ആഹാരം കഴിക്കുന്ന സ്ഥലോ അതോ നിങ്ങൾക്കൊക്കെ നാടകം കളിക്കാനുള്ള സ്ഥലോ? എന്തെങ്കിലും കഴിക്കാന്ന് കരുതി വന്നിരുന്നപ്പോ നിങ്ങളുടെയൊക്കെ കൂത്ത് കാണണോ ബാക്കിയുള്ളവര്? കുറച്ച് സമാധാനത്തോടെ ആഹാരത്തിന് മുന്നിൽ പോലും ഇരിക്കാൻ കഴിയില്ലെന്ന് വെച്ചാ വല്ലാത്തൊരവസ്ഥ തന്നെയാ. ആദ്യം എല്ലാവരുടെ സംശയം മാറട്ടെ, അത് കഴിഞ്ഞു മതി ആഹാരം കഴിക്കലൊക്കെ. നാടകം കഴിഞ്ഞു, ഇനി എല്ലാവർക്കും പിരിഞ്ഞു പോവാം. ഇപ്പോ ഇവിടെ ഈ കാണിച്ചതിനൊക്കെ മറുപടി പറയേണ്ടത് ഇതുകൊണ്ടാ. ഇതുകൊണ്ട് ഒരെണ്ണം കൊണ്ട് തന്നാലുണ്ടല്ലോ, ഇരുന്ന് പോകയൂടെ. നമ്മളത് ചെയ്യാത്തത്. അങ്ങനെ നമ്മൾ ചെയ്താലേ നിങ്ങളും നമ്മളും തമ്മിൽ എന്താ വ്യത്യാസം? ചെവി നുള്ളിക്കോ, തരുന്നുണ്ട് ഞാൻ. പിന്നെ ഇനി ഒരിക്കൽ കൂടി ഇങ്ങ് വാ, അന്ന് ഞാൻ കാണിച്ചു തരാം പോകയാൻ പോകുന്നത് ആരാണെന്ന്. കാര്യങ്ങളെല്ലാം ഒരുവിധം കരക്കടുപ്പിച്ച് വന്നതാ. അവളുടെ നാവീന്ന് തന്നെ സത്യങ്ങളെല്ലാം പറയിപ്പിക്കായിരുന്നു. അതിനു മുന്നേ ബ്രദറിലോ മൊത്തം നശിപ്പിച്ചു. നിന്റെ ബ്രദറിലോ മനഃപൂർവ്വം നശിപ്പിച്ചു എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. ഇപ്പോ രവി ഇവിടെ കാണിച്ച ദേഷ്യം മനഃപൂർവ്വമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്തിന്? അവളെ, ആ കൺമണിയെ രക്ഷപ്പെടുത്താൻ. അയാള് ദേഷ്യപ്പെട്ടപ്പോ കണ്ടില്ലേ സാഹചര്യങ്ങൾ ആകെ മാറി മറിഞ്ഞത്? എനിക്ക് ഉറപ്പാ അയാൾ അവളെ ഈ പ്രശ്നത്തിൽ നിന്ന് നൈസായിട്ട് ഊരിയെടുത്തതാ.
എത്ര കാലം അവളിങ്ങനെ സംരക്ഷിച്ച് പിടിക്കുന്ന അറിയണല്ലോ. നീ കഴിക്ക്. അമ്മേ, അമ്മ എന്താ ഇതുവരെ കിടന്നില്ലേ? അമ്മ എന്തിനാ വെറുതെ ഉറക്കം വിളിക്കുന്നത്? ഏയ് വെറുതെ. എനിക്കറിയാം ഇപ്പൊ നടന്ന സംഭവം അമ്മയ്ക്ക് ഈ മനപ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത ആൾക്കാരോട് നമ്മൾ എന്താ അമ്മയെ പറയേണ്ടത്? നാക്കിന് എല്ലില്ലാന്ന് കരുതി എന്തും പറയാന്ന രേഖയുടെ അമ്മയുടെ ധാരണ. അതിന് കുട പിടിക്കാൻ രേഖയും. ചേട്ടത്തി അങ്ങനെ പെട്ടെന്ന് പ്രതികരിച്ചപ്പോ ഞാനും ഒന്ന് അമ്പരന്ന് പോയി. സ്വാഭാവികമായും ആരും അങ്ങനെ ചിന്തിക്കൂ. പക്ഷേ ചേട്ടത്തിയെ സംബന്ധിച്ച് ഒരു ദിവസം കണ്ട ആളായാലും ചേട്ടത്തി അങ്ങനെ പ്രതികരിക്കൂ. പക്ഷേ ഇത് നമുക്ക് മനസ്സിലാവും, ബാക്കിയുള്ളവർക്ക് മനസ്സിലാവണ്ടേ? ശ്രീലക്ഷ്മി ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നടന്ന ഈ സംഭവം ഉൾപ്പെടെ. എന്നാൽ ഒരു നിമിഷം പോലും ഞാൻ ശ്രീലക്ഷ്മിയെയോ രവിയെയോ സംശയിക്കുന്നില്ല. അതിന്റെ കാരണം വേറൊന്നുമല്ല, എന്റെ മകനെയും മകന്റെ ഭാര്യയെയും എനിക്ക് അത്രയ്ക്ക് വിശ്വാസമാണ്. രേഖയെക്കാളും ഞാൻ ശ്രീലക്ഷ്മി വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോ നിനക്ക് മനസ്സിലൊന്നും തോന്നരുത്. അത് വേറൊന്നും കൊണ്ടല്ല, സരോജത്തെ പോലെ ശ്രീലക്ഷ്മി എന്നെ കാണുന്നതുകൊണ്ടാ. ഇനി എല്ലാവരും ഇത് ശ്രീലക്ഷ്മി അല്ല വേറെ ആരെങ്കിലും ആണെന്ന് പറഞ്ഞാലും ശരി, ഞാൻ എതിർത്തോണ്ടേയിരിക്കും. കാരണം രവി പറയുന്നതാ എനിക്ക് വിശ്വാസം. ഇപ്പൊ പകലാണെന്ന് രവി വന്ന് പറഞ്ഞാലും ഞാനത് കണ്ണുവടച്ച് വിശ്വസിക്കും. എന്റെ മോൻ എന്നെ ഒരിക്കലും പറഞ്ഞു പറ്റിക്കില്ല, ചതിക്കില്ല. ആ വിശ്വാസം എന്നിലുള്ളിടത്തോളം കാലം വേറെ ആരെന്ത് പറഞ്ഞാലും എനിക്കത് വിഷമമുള്ള കാര്യമല്ല. രവിയും ശ്രീലക്ഷ്മിയുമാണ് എന്റെ മക്കൾ. സ്വന്തം മോനായ നിന്നെ പോലെ അല്ലെങ്കിൽ നിന്നെക്കാളും അവരോട് എനിക്ക് സ്നേഹമാണ്, വിശ്വാസമാണ്. ആണല്ലോ, പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെ ഉറക്കം വിളിക്കുന്നത്? അമ്മ വന്നേ, വാ കിടക്കാം, വാ നടക്ക നടക്ക. നമ്മളങ്ങനെ പെരുമാറിയത് ആശാന് നല്ല വിഷമം ഉണ്ടായിട്ടുണ്ട്. ആശാനെ, നമുക്കറിയാം ഇപ്പോഴത്തെ സംഭവം ആശാന് നല്ലോണം മനസ്സിൽ തട്ടിയിട്ടുണ്ടെന്ന്. ദേവി ചേച്ചിക്കും കണ്ണനും അപകടം പറ്റിയെന്ന് പെട്ടെന്ന് കേട്ടപ്പോ നമ്മുടെ സമനില വിട്ടുപോയി. അവർക്ക് വേണ്ടിയല്ലേ ആശാനെ നമ്മളിപ്പടാ പാടുപെടുന്നത്? അങ്ങനെ കേട്ടപ്പോ
പെട്ടെന്ന് നിയന്ത്രണം കൈവിട്ട് പോയതാ. ആശാൻ നമ്മളോട് ക്ഷമിക്കണം. ഇനി അങ്ങനെ ഉണ്ടാവാതെ നമ്മൾ ശ്രദ്ധിച്ചോളാം. കൺമണി, കൺമണി, സത്യത്തെ ആ പേര് നീലഹസ്തിയിൽ ഉപേക്ഷിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഈ മുഖവും രൂപവും നോക്കി എനിക്ക് ശ്രീലക്ഷ്മി എന്ന് വിളിക്കാനാണ് ഇഷ്ടം. രാജാറാം ഇടക്കിടക്ക് ഓർമ്മിപ്പിക്കുമായിരുന്നു, താൻ ശ്രീലക്ഷ്മി അല്ല കൺമണിയാണെന്ന്. മുട്ടുന്യായങ്ങൾ നടത്തി ഞാൻ പലപ്പോഴും രാജാറാമിന്റെ വായടപ്പിച്ചിട്ടുണ്ട്. ഇപ്പോ കൂടെയുള്ളത് എന്റെ ശ്രീലക്ഷ്മിയാണെന്നും എന്നെങ്കിലും അത് നിനക്ക് മനസ്സിലാകുമെന്നും അപ്പോഴൊക്കെ ഞാൻ എന്നെ തന്നെ പറഞ്ഞു വിശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. പല കാര്യങ്ങളിലും കൺമണിക്ക് ശ്രീലക്ഷ്മിയുമായി ബന്ധം നമ്മളിവിടെ ഉള്ള സമയമെങ്കിലും ആശാന് സന്തോഷം കിട്ടിക്കട്ടെ എന്ന് കരുതിയ. അതിപ്പോ ആശാന് വിഷമായി മാറുകയും ചെയ്തു. വിഷമമല്ല കൺമണി, അതിനപ്പുറം ഒരു പശ്ചാത്താപ മനസ്സ് മുഴുവൻ. എന്റെ ജീവിതം, എന്റെ ശ്രീലക്ഷ്മി, എന്റെ സ്നേഹം, അങ്ങനെ എല്ലാം 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 എന്റെ. ഐ ലീവ് ഫോർ മൈസെൽഫ്. അതിനിടയിൽ ആരൊക്കെയോ പറ്റിക്കപ്പെടുന്നു. സ്വന്തം മോണല്ലാതിരുന്നിട്ടും ഹസ്തനപുരി കണ്ണമ്മയെ കൊണ്ട് മുന്നിൽ നിർത്തി ഇതാണ് ശ്രീലക്ഷ്മി എന്ന് ഞാൻ പറഞ്ഞപ്പോൾ മരണതുല്യമായ കിടപ്പിൽ നിന്ന് ഉയർത്തെണീറ്റ ശ്രീലക്ഷ്മിയുടെ അച്ഛൻ തന്റെ പൊക്കിൾക്കൊടിയെ ഒരു നിമിഷത്തേക്ക് പോലും സംശയിക്കാതെ കണ്ണും മനസ്സും നിറച്ച് അവള് വാരിപ്പുണർന്നു ആ സരോജാമ്മ. അതിലെല്ലാം ഉപരി മരുമകനായിട്ട് പോലും മകന്റെ സ്നേഹവും വാത്സല്യവും ആവളോ എനിക്ക് തന്ന എന്റെ അമ്മ. താൻ ശ്രീലക്ഷ്മി അല്ല കൺമണിയാണെന്ന് ഈ ലോകം മുഴുവൻ വിളിച്ചു പറഞ്ഞാലും ഇനി അവരത് വിശ്വസിക്കില്ല. കാരണം
3 പേരും ചവിട്ടി നിൽക്കുന്നത് രവിചന്ദ്രവർമ്മൻ എന്ന ഈ മനുഷ്യരോടുള്ള വിശ്വാസത്തിന്റെ പുറത്താണ്. അങ്ങനെയുള്ളവരെ എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഇനിയും ഞാൻ പറ്റിക്കണോ? രണ്ടു മാസത്തേക്കല്ല, എത്ര വർഷത്തേക്ക് വേണമെങ്കിലും കൺമണിക്ക് ശ്രീലക്ഷ്മിയായിട്ട് ഇവിടെ ജീവിക്കാം. നമ്മളെ സ്നേഹിക്കുന്ന കുറെ നല്ല മനുഷ്യർ അത് കണ്ട് സന്തോഷിക്കുകയും ചെയ്യും. പക്ഷേ കൺമണിക്ക് തോന്നുന്നുണ്ടോ ഈ രൂപത്തിൽ മാത്രമല്ലാതെ കുറച്ചെങ്കിലും എന്റെ ശ്രീലക്ഷ്മിയായിട്ട് മാറാൻ പറ്റുമെന്ന്? ഇല്ല. എത്ര ശ്രമിച്ചാലും കൺമണിക്ക് ശ്രീലക്ഷ്മിയാകാൻ കഴിയില്ല. അത് തന്റെ കുറ്റമല്ല, തന്റെ ജീവിത സാഹചര്യങ്ങളും ചുറ്റുപാടുകളും അങ്ങനെയുള്ളതായിരുന്നു. വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കുക, ഉപദേശങ്ങളില്ലാതെ സംസാരിക്കുക, ഒന്നും പ്രതീക്ഷിക്കാതെ പരിചരിക്കുക, ഒന്നിനും കണക്ക് വെക്കാതിരിക്കുക. അതാണ് യഥാർത്ഥ സ്നേഹമെന്ന് എന്നെ പഠിപ്പിച്ചത്, മനസ്സിലാക്കി തന്നത് എന്റെ ശ്രീലക്ഷ്മിയായിരുന്നു. എന്റെ ശ്രീലക്ഷ്മിയെ പോലെ അവൾ മാത്രമേ ഉള്ളൂ. എത്ര മൂടി വെച്ചാലും ചിലപ്പോഴൊക്കെ കൺമണിയുടെ സ്വഭാവം പുറത്തേക്ക് വരും. അത് എപ്പോഴും എനിക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞെന്നും വരില്ല. ഒരു വലിയ പ്രശ്നങ്ങളുണ്ടായി, വലിയ പൊട്ടിത്തെറികളുണ്ടായി. സത്യം എല്ലാവരും അറിയുന്നതിലും നല്ലത് ഓരോരുത്തരെയും ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതല്ലേ. ഞാൻ ഈ പറയുന്നതിൽ കൺമണിക്ക് വിഷമമൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല. ഞാനായിട്ടുണ്ടാക്കിയതൊക്കെ ഞാനായിട്ട് തന്നെ അവസാനിപ്പിക്കാം. നമ്മൾ ആർക്കു വേണ്ടിയാ ജീവിക്കുന്നതെന്ന് നമുക്കറിയാം. എന്നാൽ ആരാണ് നമുക്ക് വേണ്ടി ജീവിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. നാളെ രാവിലെ കൺമണിക്ക് പോവാം. നാളെ കഴിഞ്ഞ് ചേച്ചിയുടെ ഓപ്പറേഷന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. കൺമണിയുടെ ചേച്ചിക്ക് കാഴ്ച കിട്ടും. അത് കഴിയുന്നത് വരെ കൺമണിക്ക് ചേച്ചിയോടൊപ്പം താമസിക്കാം. ഓപ്പറേഷൻ കഴിഞ്ഞ കൺമണിക്കും ചേച്ചിക്കും അനിയനും ജീവിക്കാനുള്ളത് കൺമണിയുടെ പേരിൽ ബാങ്കിൽ ഇട്ടിട്ടുണ്ട്. ഏത് നാട്ടിലായാലും എല്ലാ സൗകര്യത്തോടും ജീവിക്കാനുള്ള തുകയുണ്ടത്. കരാറും കാലാവധിയൊന്നും നോക്കണ്ട, തന്റെ ആവശ്യങ്ങൾ നടക്കട്ടെ. എല്ലാത്തിനും അവസാനമായി എനിക്ക് തന്നോടൊരു അപേക്ഷയുണ്ട്. ഈ ഒരു രാത്രി കഴിഞ്ഞാൽ ഇനി ഒരിക്കലും കൺമണിയാൻ എന്റെ മുന്നിലേക്ക് വരരുത്. അങ്ങനെ തിരിച്ചു വന്ന് എന്റെ ശ്രീലക്ഷ്മിയെ എന്നെ ഓർമ്മിപ്പിക്കരുത്. ശ്രീലക്ഷ്മിയെ ഞാൻ അവസാനമായിട്ട് കണ്ടത് ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. എങ്കിലും
കൺമണിയുടെ ഈ മുഖം എന്നും എൻ്റെ മനസ്സിലുണ്ടാവും. എന്റെ ശ്രീലക്ഷ്മി ജീവനോടെ ഉണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ ശ്രീലക്ഷ്മിയുടെ അത്രയും എന്നെ സ്വാധീനിച്ച ഈ കൺമണിക്ക് സാധിക്കും. ഇനിയും അധിക നേരം ഈ മുഖത്ത് നോക്കി ഞാനെടുത്ത തീരുമാനമായി എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ചെയ്തു പോയതിനൊക്കെ ഞാൻ മാപ്പ് ചോദിക്കാം.